താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, നന്ദിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ലോർഡ്. അങ്ങയുടെ മഹത്വത്തിനായിട്ട് നന്ദി പറയും, അങ്ങയുടെ ഗ്ലോറിക്കായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്. മഹത്വം രാജാവേ, മഹത്വം, മഹത്വം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശബ്ദം ഇപ്പോൾ ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെ ആണോ? ഹല്ലേലൂയ ജീസസ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ സായം സന്ധ്യയിൽ മഹത്വപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടുകൂടെ ഈ സായം സന്ധ്യയിലായിരിക്കാൻ ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ട നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹീത ദൈവദാസി, അതേ സ്തോത്രം, റോസിൽ സുരേഷിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വേർപാടെന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് അതിൽ നിന്ന് ചില ദൂതുകളും ദൈവിക ആലോചനകളും നിങ്ങളുടെ മേൽ കൈമാറുവാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. വേർപാടെന്ന വിഷയം, വേർപാടിൻ്റെ അനിവാര്യത എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, നമുക്ക് വേർപാടിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ വചനാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് കൈമാറുവാനാണ് ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അതിനാധാരമായൊരു വാക്യം ഞാൻ ഇന്ന് സന്ധ്യയിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ സ്തോത്രം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെ: യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് മൂടാം. നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് രുചിച്ചറിയുവാൻ ദൈവം നൽകിത്തരുന്ന അവസരങ്ങൾക്കായി നന്ദി. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി നന്മയായി മാറട്ടെ കർത്താവെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ അങ്ങനെ ചെയ്യണം. ദൈവിക മഹത്വം വെളിപ്പെടുത്തുമാറാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ സബ്ജക്റ്റ് കിട്ടിയ സമയം മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ നിലകളിലാണ് ഈ വിഷയത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകുമെന്ന് രണ്ട് വശങ്ങളില്ല, ഒറ്റ വശമേ ഉള്ളൂ. വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ് ആ വാക്യം. 4-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറയുന്നു: യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും, അതേ സ്തോത്രം, വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. വളരെ അനുഗ്രഹീതമായ ആ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവിക വചനത്തിന്റെ ആധികാരികത ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറാനാണ് ക്രിസ്തു ശരണപ്പെടുത്തിയത്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വേദപുസ്തകത്തിനകത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പദമാണ് വേർപാട്. വേർപാടെന്ന പദത്തെക്കുറിച്ച് ഒരുപക്ഷെ ബൈബിളിനകത്ത് കാണത്തില്ലായിരിക്കാം. വളരെ അധികമൊന്നും വേർപാടിനെ കുറിച്ച് കാണത്തില്ല. പക്ഷേ വേർപാടെന്ന പദം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമാണ്. ആമേൻ, സ്തോത്രം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചില സിസ്റ്റമാറ്റിക്കായിട്ട് ചില ദൈവശാസ്ത്രപരമായി ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവിക വചനത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ കയറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹാഗിയോസ് എന്ന് പറയുന്ന, ഞാൻ ആ ദൈവശാസ്ത്രപരമായി ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ആ ചിന്തകളിലേക്ക് പ്രവേശിക്കുവാനാണ് ക്രിസ്തു ശരണപ്പെടുന്നത്. ഹാഗിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് അതെ വിശുദ്ധീകരണം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഹാഗിയോസ് എന്ന പദം നമുക്കറിയാം.
ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുക എന്ന പദമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹാഗിയോസ് എന്ന പദത്തിന് ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുക, വിശുദ്ധി എന്നാണ് ആ പദത്തിന് ഉപയോഗിക്കുന്നത്. ആ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് മാറ്റുക എന്ന പദത്തിന്റെ അർത്ഥം പഴയ നിയമത്തിൽ വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിനകത്ത് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുന്ന 3 വ്യത്യസ്ത മേഖലകളുണ്ട്. ഹല്ലേലൂയ. അതുകൂടെ പറയാതെ പോയാൽ മോശമാണ്. പഴയ നിയമത്തിൽ വ്യത്യസ്തമായി വേർതിരിച്ചു മാറ്റുന്ന 3 വ്യത്യസ്ത ഘടകങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുന്നു? നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ വ്യത്യസ്തത എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അതേ സ്തോത്രം, ഈ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്നിത്യാദി കാര്യങ്ങളെ വചന അടിസ്ഥാനത്തിൽ നിങ്ങളോട് കൈമാറാനാണ് ഇന്ന് ഈ സന്ധ്യയെ ഞാൻ ആഗ്രഹിക്കുന്നത്. വചനം പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, 3 വ്യത്യസ്തമായ അതേ വിശുദ്ധീകരിക്കുന്ന മേഖലകളെ നമുക്ക് കാണാം. ഒത്തിരി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതിങ്ങനെയാണ്. ദേവാലയം ദൈവത്താൽ വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്. എന്താ കാര്യമെന്നറിയാമോ? ദേവാലയം എന്ന് പറയുന്ന ആലയം ദൈവസന്നിധിയിൽ വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്. അത് മറ്റു സ്ഥാപനങ്ങളെക്കാൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. 2, അതെ, യാഗപീഠം അല്ലെങ്കിൽ യാഗപീഠം പഴയ നിയമത്തിൽ അതെ യാഗമൃഗത്തെ കുറിച്ച് കാണാം. യാഗമൃഗത്തിന്റെ പ്രത്യേകത മറ്റു മൃഗങ്ങളെക്കാൾ ആ മൃഗത്തിന് വ്യത്യാസമുണ്ട്. കാരണം അത് യാഗത്തിനായി മാറ്റി നിർത്തപ്പെട്ട മൃഗമാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അത് മനുഷ്യരെക്കാൾ വ്യത്യസ്തനാണ്. കാരണം ദൈവത്തിന്റെ പ്രത്യേകത വിശുദ്ധനിൽ ഭയങ്കരനാണ്. അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു ആത്മീയ അനുഭവമാണ് ഈ വേർപാടെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതിനകത്തേക്ക് കയറി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ 33 അധ്യായം 16 വാക്യം, പുറപ്പാട് പുസ്തകം 33:16 നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് കാണാൻ കഴിയുന്നത്? മോശ പറയുന്നൊരു പദമാണ്. മോശ പറയുന്ന പദം നിങ്ങൾക്കറിയാം. മോശ പറയുന്നത് ഇങ്ങനെയാണ്: എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ ഇല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കൂ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം മോശ പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന മോശ വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ അനുഭവം ഇങ്ങനെയാണ്: നീ ഞങ്ങളോട് കൂടെയുണ്ട്. നീ ഞങ്ങളോട് കൂടെ വരുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സകല ജാതികളിലും വെച്ച് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണ്. മിസ്രൈം എന്ന അടിമയുഗത്തിൽ നിന്ന് ഇസ്രയേൽ എന്ന് പറയുന്ന ജനത്തെ ദൈവം ആ അടിമത്വത്തിന്റെ അകത്തുനിന്ന് വേർതിരിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ വ്യത്യസ്തരാണ്. മോശേ, എന്തിനാ നിങ്ങൾ വ്യത്യസ്തരെന്ന് പറയാൻ കാര്യം? മോശ പറയും, ഞങ്ങൾ വ്യത്യസ്തരാകാൻ കാരണം ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റേതിനേക്കാളും നമ്മെ വ്യത്യസ്തനാക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ അനുഭവമാണ്. ആ അനുഭവം തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയട്ടെ, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി നിൽക്കുന്നത് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഹല്ലേലൂയ. മോശ പറയുന്നു, അതെ, മോശ പറയുന്ന 16 വാക്യമാണ്: ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച്
വിശേഷതയുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ പട്ടണത്തിന്റെ അകത്ത്, നിന്റെ ദേശത്തിന്റെ അകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് മറ്റേതിനേക്കാളും നീ വ്യത്യസ്തനാണെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകും? എന്താ കാര്യമെന്നറിയാമോ? അവൻ നമ്മെ സൃഷ്ടിച്ചത് വ്യത്യസ്തമായിട്ടാണ്. അവൻ വചനം പറയുന്നു, ലോകത്തിന്റെ എല്ലാ സൃഷ്ടികളെക്കാളും മനുഷ്യൻ വ്യത്യസ്തനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം, അങ്ങനെ ഒരു വ്യത്യസ്തത നമ്മൾ കിടപ്പുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ചലിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കരയറ്റുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, മോശ വിളിച്ചു പറയുകയാ, നീ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വ്യത്യസ്തരായത് കൊണ്ടാണ്. എവിടെയാ വ്യത്യസ്തരായത്? സകല ജാതികളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തരായി. ഞാൻ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. സകല ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തെ വേർതിരിച്ചു. പഴയ നിയമത്തിന്റെ ഭാഗമാണ്. സകല ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വേർതിരിച്ചു. എവിടാ നമുക്ക് കാണുന്നേ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പഠിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു പദം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ പിതൃഭവനത്തെ വിട്ട്, നിന്റെ ബന്ധങ്ങളെ വിട്ട്, നിന്റെ ചാർച്ചക്കാരെ കുടുംബങ്ങളെ വിട്ട് നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടണം. അബ്രഹാം എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യൻ ഊരെന്ന കൽദയ ദേശത്തിനകത്ത് നിൽക്കുമ്പോൾ ഒത്തിരി ആചാരങ്ങളുടെയും ഒത്തിരി അനുഷ്ഠാനങ്ങളുടെയും ഒത്തിരി ബന്ധങ്ങളുടെ അകത്ത് കിടക്കുമ്പോ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, എനിക്ക് നിന്നെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ, നിന്റെ ദേശത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതി ഒരിക്കലും സ്തോത്രം അബലമായി പോകത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട്, ആ ദൈവം നമ്മെ വിളിച്ചിറക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ആ ദൈവം നമ്മെ വിളിച്ചിറക്കിയത് കൊണ്ടാണ്. അബ്രഹാമിനോട് പറയ, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെ വിട്ട് നീ ഇറങ്ങണം. ഇന്ന് പലർക്കും ദൈവത്തെ അറിയുവാൻ കഴിയാത്തൊരു മേഖല എന്തെന്നറിയാമോ? അവരുടെ ബന്ധങ്ങളാണ്, അവരുടെ കുടുംബ ബന്ധങ്ങൾ, അവരുടെ ചാർച്ചക്കാരുമായ ബന്ധങ്ങൾ. ഇതൊന്നും സ്തോത്രം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊന്നും ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാൻ സാധ്യതയുള്ള അനുഭവത്തിൽ നിന്ന് നിൽക്കരുത്. ഏതുമാകട്ടെ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തത് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ വ്യർത്ഥമായിരിക്കുന്ന പിതൃപാരമ്പര്യത്തിൽ നിന്നാണ് നിങ്ങളെ സ്തോത്രം വേർതിരിച്ച് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ പാപത്തിന്റെ അഴുക്കുകളുടെ പാരമ്പര്യം പറയാൻ നമുക്കുള്ളതെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ആ പാരമ്പര്യമല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധമായ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനാണ്. ദൈവത്തിന്റെ മകളെന്ന് വിളിക്കപ്പെടാനാണ് ഇന്ന് രാത്രി ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് വചനം പറയുന്നു, അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുക. അവിടുന്ന് തിരഞ്ഞെടുത്ത് വാഗ്ദത്തം കൈമാറുമ്പോ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ എന്തെന്നറിയാമോ? ഒന്നുമില്ലാത്തൊരു വ്യക്തിയെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി പോലെ അവനെ വളർത്തിയെടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതി എന്താ നിന്നെ കുറിച്ച്? ദൈവത്തിന്റെ പ്ലാൻ എന്നാ നിന്നെ കുറിച്ച്? ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നിന്നെ മാറ്റി വേർതിരിച്ച ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിന്നെ വളർത്തി വലുതാക്കുന്നതാണെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകും? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ വളർന്ന് ഭൂമിയിൽ പെരുകുവീൻ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയാം, വിശ്വാസി മക്കൾ, ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത് മാതൃകയുള്ള ഒരു കുടുംബമായിരിക്കാനാണ്, മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനാണ്, മാതൃകയുള്ള ഒരു ആത്മീക ജീവിതം നയിക്കാനാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഇന്ന് രാത്രിയിൽ
നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രധാനപ്പെട്ടവരാണ്. നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നമ്മൾ എത്രയോ പ്രിയപ്പെട്ടവരാണ് സഹോദരങ്ങളെ. ഇവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ ദാസനായ മോശ പറയുന്നു, അതേ സ്തോത്രം, ദൈവമേ, നീ സകല ജാതികളെക്കാളും ഞങ്ങളെ വ്യത്യസ്തരാക്കിയതിന്റെ കാരണം നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നല്ലോ ദൈവമേ എന്ന്. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം കൂടെ നടക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ദൈവമക്കളാ പ്രിയപ്പെട്ടവരെ. ഈ ശ്രേഷ്ഠത മറക്കരുത്. അവൻ നമ്മുടെ കൂടെ ചലിക്കുന്നതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ലോകത്തിന്റെ സകല മാലിന്യവും ചുമന്നു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയല്ല ദൈവ പൈതൽ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ വിശുദ്ധീകരണം പ്രാപിച്ച, ആത്മാവിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ്. ആ ജനത്തെ ഓർത്തുന്ന രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് മാത്രമല്ല, പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ആത്മീയ ദൂതുകളെ നിങ്ങളോട് കൈമാറാനാ ക്രിസ്തുവിൽ ശരണപ്പെടുന്നേ. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം, അതെ, ദേവാലയം ദൈവസന്നിധിയിൽ വ്യത്യസ്തമാണ്. എന്താ കാര്യമെന്നറിയാമോ? അത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമായതുകൊണ്ട്, ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിന്റെ ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത് യാഗവസ്തു അത് വ്യത്യസ്തമാണ്. യാഗവസ്തു എങ്ങനെയാ വ്യത്യസ്തമാകുന്നേ? യാഗമൃഗം എങ്ങനെയാ വ്യത്യസ്തമാകുന്നേ? യാഗമൃഗം വ്യത്യസ്തമാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം ആ വാക്യം പറഞ്ഞ പഴയ നിയമത്തിൽ ആ കാര്യം നിങ്ങളോട് കൈമാറാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ സ്തോത്രം 29-ാമത്തെ വാക്യമാണ്. 29-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടു. നിങ്ങൾക്ക് ആ പദം വായിച്ചാൽ അറിയാം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ വായിക്കുന്നു, പിറ്റേന്നാൾ യേശു തന്നെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യേശു നടന്നു പോകുന്നത് നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ. എന്തിനാ ഞാൻ ഈ വാക്യം വായിച്ചെന്നറിയാമോ? ലോകത്തിന്റെ സകല പാപവും ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമം പഠിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകാൻ ഇടയാകുന്നത്. ദേവാലയത്തിന്റെ അകത്തേക്ക് ഒരു പാപിയായ മനുഷ്യൻ കയറി പോകുമ്പോൾ വേദപുസ്തകം പറയുന്നത്, ആമൻ, പണ്ടത്തെ ആചാരങ്ങളും ഇപ്പോഴത്തെ ആചാരങ്ങളും വ്യത്യാസമുണ്ട്. പുതിയ നിയമ ആചാരങ്ങളും പഴയ നിയമ ആചാരങ്ങളും വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ, ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ, എന്തിന് പറയാൻ, പുരോഹിതൻ വരയും സ്വന്തം പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തിയിട്ടല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കയറിപ്പോകാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ, ഇന്ന് രാത്രി യോഗ്യത പറയാനില്ലാത്ത, അർഹത പറയാനില്ലാത്ത എനിക്കും നിങ്ങൾക്കും യേശുവിനെ അറിയാൻ പറ്റിയതാണ്. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാനിടയാകും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. ചുമയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, ആമേൻ, പഴയ നിയമത്തിനകത്ത് ദൈവസന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ വചനം പറയുന്നു, അതേ, ഒരാട്ടുംകുട്ടിയെ പിടിച്ചിട്ട് അതേ അതിനെ വേർതിരിച്ചു നിർത്തുമാറായുണ്ടായിരുന്നു. വലിയ കൂട്ടത്തിനകത്ത്, ഞാൻ പറയാം, 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ നിന്ന് ഒരാടിനെ അതേ മാറ്റി നിർത്തും. മാറ്റി നിർത്തിയിട്ട് ആടിന്റെ തലയിൽ മഹാപുരോഹിതൻ, അതേ പുരോഹിതന്മാർ കൈവച്ചിട്ട് ഒരു പാവിയായ മനുഷ്യന്റെ പാപത്തെ ആ നിരപരാധിയായ ആടിന്റെ മേൽ ചുമത്തിയിട്ട്, ആമേൻ, സ്തോത്രം, ആ ആടിനെ യാഗത്തിനായി മാറ്റി നിർത്തി വേർതിരിക്കുമ്പോൾ വചനം പറയുന്നു, ആ പാപമുള്ള മനുഷ്യന്റെ പാപത്തെ ആ പാപമില്ലാത്ത ആടിന്റെ മേൽ വഹിക്കുന്നത് പോലെ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പുതിയ നിയമത്തിന്റെ അതിന്റെ പൊരുളായിട്ടാണ് യോഹന്നാൻ പറയുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. പുതിയ നിയമം പൊരുളാണെങ്കിൽ പഴയ നിയമം നിഴലാണ്. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പഴയ നിയമം പുതിയ നിയമം ദൈവത്തിന്റെ വചനമാണ്. എല്ലാ വചനവും ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനത്തെ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാം നിൽക്കുന്നതിന്റെ ശ്രേഷ്ഠത ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. എന്താ കാര്യമെന്നറിയാമോ? ഒരാട്ടിൻകുട്ടിയെ പിടിച്ചിട്ട് ആ ആട്ടിൻകുട്ടിയുടെ തലയിൽ ആ പാപത്തെ വഹിക്കുമ്പോൾ ആ പാപം ആ ആടിന്റെ മേൽ ചുമത്തപ്പെടുകയാണ്. 2 നിലയിലെ ആടിനെ നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ ആട് യാഗമൃഗത്തിനായി മാറ്റിവെക്കപ്പെടുന്ന ആട്. രണ്ടാമത്തെ ആട് അസസലെ എന്ന് പറയുന്ന ഒരു ആടുണ്ട്. ആടിനെ മരുഭൂമിയിലേക്ക് അവർ പറഞ്ഞു വിടാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ആ ആടിനെ പിന്നെ ആരും കാണത്തില്ല. അതെവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഒരു മനുഷ്യന്റെ പാപവും ചുമന്നുകൊണ്ട് ആ ആട് മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ പാപം ചെയ്ത മനുഷ്യൻ അവിടെ സ്വതന്ത്രരാകുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ആ ആടിനെ 100 ആടുകളുടെ ഇടയിൽ നിന്ന്, ഉദാഹരണം പറയുക, 100 ആടുകളുടെ ഇടയിൽ നിന്ന് ആ ആടിനെ വേർതിരിച്ചു മാറ്റി നിർത്തും. മറ്റുള്ള ആടുകളെ പോലെ കളിച്ചു ചിരിച്ച് നടക്കേണ്ടയാട്, ജീവിതത്തിൽ നല്ല പച്ചപ്പിലേക്ക് നടന്നു പോകേണ്ടയാട്. എന്നാൽ ആ ആടിനെ അവിടുന്ന് ഒരു ദിവസം, പ്രത്യേക ഒരു ദിവസം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദിവസം ആ ആട്ടിൻകുട്ടി അവിടുന്ന് വേർതിരിച്ചു മാറ്റുമ്പോൾ ആ ആട് അറിഞ്ഞില്ല എന്തിനാ വേർതിരിച്ചെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആ ആടിനെ വേർതിരിച്ചതിന്റെ കാര്യമെന്നറിയാമോ? അവൻ പാപിയായ ഒരു മനുഷ്യന്റെ പാപത്തെ ആടിന്റെ മേൽ വഹിക്കാനായിരുന്നു. യാഗത്തിനായിരുന്നു. ഭാവിയായ മനുഷ്യന്റെ യാഗത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, എന്തായിരുന്നു അതിന്റെ പൊരുള്? യേശു കർത്താവ് നടന്നു പോകുമ്പോൾ യോഹന്നാൻ നോക്കിയിട്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഞാൻ പറയാം, പഴയ നിയമത്തിനകത്ത് ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടെങ്കിൽ അവൻ പുതിയ നിയമത്തിനകത്ത് നമ്മുടെ കർത്താവായ യേശുവിനെ കാണിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു കർത്താവ് നിത്യ പരമയാഗമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പലരും സമാധാനത്തിന് വേണ്ടി ഓടുകയല്ലേ, സന്തോഷത്തിന് വേണ്ടി ഓടുകയല്ലേ? ഹല്ലേലൂയ. ഇന്ന് പലരും ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാത്രി എടുത്ത വിഷയം അതുപോലൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നേ. എനിക്ക് വേണമെങ്കിൽ നല്ല ദൂതുകളൊക്കെ അടിച്ച് സ്തോത്രം ഒരുപക്ഷെ നിങ്ങളെ ആത്മാവിൽ സന്തോഷിപ്പിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാൻ എടുത്ത വിഷയം വലിയ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട്, അതിനോട് ആത്മാർത്ഥത പുലർത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഈ രാത്രി വിളിച്ചു പറയാം. അനേകർ സന്തോഷത്തിനു വേണ്ടി, അനേകർ സമാധാനത്തിനു വേണ്ടി ഓടി നെട്ടോട്ടം തിരിഞ്ഞ് പലയിടത്തും കയറി ചെല്ലുമ്പോൾ വചനം പറയുന്നു, ഇല്ല, ഇനി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇന്നേക്ക് 2021 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥയുടെ മലമുകളിൽ സ്തോത്രം പച്ച പൈമര കുരിശിനകത്ത് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിനും ഭൂമിക്കും നടുവിലായിട്ട് ഒരു ആടറുക്കപ്പെടുന്നത് പോലെ, ഒരു യാഗമായി തീരുന്നത് പോലെ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രാണപ്രിയനായ യേശു ആ ക്രൂശിനകത്ത് മരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ പാപത്തെ ക്രൂശിനകത്തവൻ വഹിക്കുകയായിരുന്നു. ലേഖനകർത്താവ് പറയുന്ന പദം നിങ്ങൾക്കറിയാമോ? ലേഖനകർത്താവ് പറയുന്നു, ആമേൻ, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറിയെന്നാണ്. അവൻ വെറുതെ ക്രൂശിക്കപ്പെട്ടതല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യൂദയുടെ അവിവേകമോ പത്രോസിന്റെ തള്ളിപ്പറച്ചിലോ പീലാത്തോസിന്റെ ആധികാരികത അവിടെ പ്രവർത്തിച്ചത് കൊണ്ടൊന്നുമല്ല അവിടെ അത് സംഭവിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാനും നീ പാപത്തിന്റെ അകത്ത് വീഴ്ത്തപ്പെട്ട് കിടന്നപ്പോൾ, ഒരിക്കലും കരകയറാൻ കഴിയില്ലെന്ന് ഞാനും നീയും ചിന്തിച്ചപ്പോൾ, ജീവിതത്തിൽ ഇനി ഒരു മുന്നേറ്റമുണ്ടോ ദൈവമേ എന്ന് ഞാനും നിങ്ങൾ ചോദിക്കുമ്പോൾ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഞാനും നീയും ജനിക്കുന്നതിന് മുമ്പേ വചനം പറയുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ കണ്ടതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അറിഞ്ഞതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് സഹോദരങ്ങളെ. അവൻ അത് അനുഭവിക്കുമ്പോൾ അവനെ ഉച്ചത്തിൽ സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ നടുവിൽ, പൈശാചികതയുടെ നടുവിൽ, ലോകത്തിന്റെ നടുവിൽ ഒരിക്കലും മുന്നേറാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി എന്റെ പാപത്തെ വഹിച്ച ഒരുത്തനുണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് സന്തോഷിപ്പാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നിനക്ക് ആരാധിക്കാൻ വകയുണ്ട്, നിനക്ക് സ്തുതിക്കുവാൻ വകയുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? നിന്റെ പാപത്തിനു വേണ്ടി ഇനി നീ മരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ പാപത്തിനു വേണ്ടി ഒരുത്തൻ ഒരിക്കലായിട്ട് മരിച്ചു. അവൻ എന്നേക്കുമായി നിനക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. എന്നേക്കുമായി നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ഒരുത്തൻ തകരപ്പെട്ടു. ഇന്ന് രാത്രി പറയട്ടെ, നീ ഈ രാത്രി ശബ്ദം കേൾക്കുമ്പോൾ രോഗിയാണോ? ഈ രാത്രി ഈ ശബ്ദം കേൾക്കുമ്പോൾ ശാപത്തിനകത്താണോ? ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുമ്പോൾ നീ ജീവിതത്തിന്റെ ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിനകത്താണോ? ഒരു കാര്യം വചനത്തിന് പറയാം, യേശു പറഞ്ഞു, അതെ, അവന്റെ വചനം അയച്ച് അവനവരെ സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, ആ വാക്യം മാത്രമല്ല, അവന്റെ അടിപ്പിണരുകളാൽ, ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ, അവന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പറഞ്ഞ ഒരു വചനം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ഈ രാത്രി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നത് പോലെ, അതെ, മാനവകുലത്തിന്റെ സകല പാപവും പേറിയെന്ന് നാം പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനും ഇഷ്ടം, എന്റെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശു അവന്റെ അടിപ്പിണരുകളാ ഈ രാത്രി നിന്റെ മേൽ സൗഖ്യം ചതിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഓ റബ ഷദൽ ഖമാനഗസിയ, ഈ രാത്രി ശബ്ദം കേൾക്കുന്നവർ രോഗികളാണെങ്കിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഈ വചനത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. ഇന്നൊത്തിരി സൗഖ്യങ്ങളും ഒത്തിരി കൃപാവരങ്ങളുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിന്റെ അരികിൽ മാറാത്ത രോഗമില്ല, യേശുവിന്റെ അരികിൽ മാറാത്ത വ്യാധിയില്ല, യേശുവിന്റെ അരികിൽ മാറാത്ത ബന്ധനമില്ല. നിന്റെ ബന്ധനത്തെ ഉടയ്ക്കാൻ എന്റെ പ്രാണപ്രിയൻ മതിയായ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? നിന്റെ ബന്ധനത്തെ അഴിക്കാൻ മതിയായ ഒരുത്തനാണ് എന്റെ പ്രാണപ്രിയൻ. അവൻ നിനക്ക് വേണ്ടി തകരപ്പെട്ടതാ. ഇന്ന് രാത്രി ഞാൻ പറയാം, അതെ, പ്രസംഗത്തിന്റെ വാചാതിരിതയല്ല. ഒരുപക്ഷെ ഈ വാക്യം നിങ്ങൾ കേട്ട് വിശ്വസിക്കാൻ തയ്യാറായ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ആശയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ചലിക്കുന്നൊരു ആത്മശക്തിയുണ്ട്. അതിന്ന് രാത്രി നിങ്ങളെ തൊടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ വചനം പറയുന്നു, അതെ, ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നത് പോലെ. ലോകത്തിൽ ആർക്കും അറിയത്തില്ലായിരുന്നത്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ആത്മാവിൽ നോക്കിയപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഈ കടന്നു പോകുന്നവൻ സാധാരണക്കാരനല്ല, അവന്റെ മേലൊരു വ്യത്യസ്തതയുണ്ട്. എന്താ യോഹന്നാനെ അവന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ പറയും, നിങ്ങൾ ന്യായപ്രമാണത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങൾ കേട്ടിരുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ചുണ്ടല്ലോ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ യാഗങ്ങൾ നിൽക്കാൻ പോകുകയാണ്. പരീശന്മാരെ, ശാസ്ത്രിമാരെ, അവൻ ലോകത്തിന്റെ സകല പൗരോഹിത്യ മേഖലയോടും അവൻ യോഹന്നാന് പറയാനുണ്ട്, നിങ്ങളുടെ യാഗങ്ങൾ തീരാൻ പോകുന്നു, നിങ്ങളുടെ യാഗങ്ങൾ നിൽക്കാൻ പോകുന്നു. എന്താ യോഹന്നാനെ കാര്യമെന്ന് ചോദിച്ചാ യോഹന്നാൻ പറയും, അതും നിഴലായിരുന്നു, പൊരുളായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, അവൻ എന്റെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിനകത്ത് പറഞ്ഞവനെ ഞാൻ കണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്തിനകത്ത് പറയാൻ പറ്റുമോ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതത്തെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഈ രാത്രി എത്ര പേർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിനകത്ത് മറഞ്ഞു നിന്നവനെ കാണുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് റോമാ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ലോകത്തിൽ അയച്ചെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, പാപത്തിന്റെ സാദൃശ്യം, അതെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെയായി. ഇന്ന് രാത്രി നീ ഉണ്ടല്ലോ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അവന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞാൽ
ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ രൂപമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? പലരും പറയുന്നത്, ഇത് പൊതുവായൊരു വേദി ആയതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, പലരും പറയുന്നത് നമ്മുടെയൊക്കെ മുത്തച്ഛന്മാർ കുരങ്ങുകളാണെന്നും. സ്തോത്രം. അതെ, ആ കുരങ്ങിന്റെ പരിണാമത്തിലൂടെയാണ് നമ്മളൊക്കെ ഉണ്ടായതെന്ന്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ മലബാറിന്റെ മലബാറിലായിരുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ ഈ ഒരു സബ്ജക്റ്റ് ഒത്തിരി അധികമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഒത്തിരി അധികമായി അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കുരങ്ങ് പരിണമിച്ചാണ് നമ്മൾ ഉണ്ടായതെന്നും അതേ അതിന് നമ്മുടെ പൂർവീകർ കുരങ്ങാണെന്നൊക്കെയാണ് പലരും ഇന്നും ചിന്തിച്ചു വെച്ചിരിക്കുന്ന. ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇന്നും അത് ദൈവികമാണെന്ന് പറയുന്ന എത്രയോ അതേ അജ്ഞരായ മനുഷ്യനെ നമുക്ക് ഈ ലോകത്ത് കാണാം. എന്നാൽ ഇന്ന് രാത്രി പറയാൻ എനിക്കൊന്നുണ്ട്, നമ്മൾ കുരങ്ങിന്റെ മക്കളല്ല, നാം സർവശക്തന്റെ പുത്രന്മാരെന്ന് പറഞ്ഞ അവന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ അതോർത്ത് ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയട്ടെ പ്രിയപ്പെട്ടവരെ. ഗ്ലോറി ഓഫ് ഗാഡ്. വചനം പറയുന്നു. എന്തിനാ ഇത്ര ആവേശം എന്ന് അറിയാമോ? ചിലർ പറയും, ഒരു പക്ഷേ ഈ ആവേശം എന്തിനാണെന്ന്. പക്ഷെ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവകൃപ അനുഭവിക്കുന്നവർക്കറിയാം, ആവേശം നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന്റെ ആവേശമല്ല, ആത്മാവിനകത്ത് ദൈവം ആത്മാവിൽ നൽകത്തിരുന്ന സന്തോഷം ഓർക്കുമ്പോൾ അറിയാതെ സ്തുതിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വചനം പറയുന്നു, യോഹന്നാൻ പറഞ്ഞു, അതെ, ന്യായപ്രമാണത്തിന്റെ പുറകെ ഇനി പോകണ്ട, ന്യായപ്രമാണത്തെ ഇനി അന്വേഷിക്കണ്ട. എന്താ കാര്യമെന്നറിയാമോ? ന്യായപ്രമാണത്തിന്റെ യാഗങ്ങളും ന്യായപ്രമാണത്തിന്റെ സംവിധാനങ്ങളും ഇനി വേണ്ട. എന്താ യോഹന്നാനെ? അതൊക്കെ ക്യാൻസൽ ആകാൻ പോകുന്നു. എന്താ കാര്യം? അതിന്റെ പൂർണ്ണതയാകുന്ന അല്ലെങ്കിൽ അതിന്റെ പൊരുളാകുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അതുകൊണ്ട് ആ വാക്യം പറഞ്ഞേ, അവൻ അതിനെ നടന്നു പോകുന്നത് അവൻ കണ്ടിട്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് യേശുവിനെ കണ്ടിട്ടുണ്ട് ഞാൻ? ഹല്ലേലൂയ. ചിലർ ചോദിക്കാറുണ്ട്, യേശുവിനെ, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവം എങ്ങനെ ഇരിക്കും? ദൈവത്തിന് രൂപം എങ്ങനെ ഇരിക്കും എന്നൊക്കെ കളിയാക്കി ആക്ഷേപിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ അവനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ആത്മാവിൽ നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ചിലർ പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ യേശുവിനെ ആത്മാവ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നേരിട്ട് അവനെ കാണുകയല്ല, ആത്മാവ് ഞാൻ അവനെ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറയുന്നു, അതെ, ഇവൻ സാധാരണക്കാരനല്ല. എന്താ കാര്യം? ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ പാപത്തെ ചുമക്കുന്നവനാണ്. പാപത്തെ ചുമക്കുന്നവനായ ദൈവം അയച്ച കുഞ്ഞാട്, അത് യേശുവാണ്. പഴയ നിയമത്തിൽ പറയപ്പെട്ട ആ കുഞ്ഞാട് യേശുവാണ്. ഞാൻ ആ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ച ഈ കുഞ്ഞാടായ യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ യാഗവസ്തുക്കളുടെ പുറകെ, ഒരുപക്ഷെ നിങ്ങൾ ആചാരങ്ങളുടെ പുറകെ, ഒരുപക്ഷെ ലോകത്തിന്റെ സകല അനുഭവങ്ങളുടെ പുറകെ, ഒരിറ്റ സമാധാനത്തിന് വേണ്ടി, ഒരിറ്റ സന്തോഷത്തിന് വേണ്ടി, ഏതെങ്കിലും വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഓടുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ആകുക. നിങ്ങൾ അവിടെ നിൽക്കണം. നിന്നിട്ട് നിങ്ങൾ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യേശു നിങ്ങളുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറുന്ന കാഴ്ചയാണ്. ആ ക്രൂശിലൂടെ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു വിടുതലുണ്ട്. എന്നെ കേൾക്കുന്ന അക്രൈസ്തവരായ, യേശു ആരെന്ന് അറിയാത്ത ആരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് ജാതി ആയിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, ഏത് സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം എന്തെന്നറിയാമോ? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു നേർച്ചയില്ല, ഇനി ഒരു കാഴ്ചയില്ല, ഇനി ഏതെങ്കിലും ആചാരങ്ങളില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ആചാരം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങൾ വഞ്ചിതരാകരുത്. പാപത്തിന്റെ പരിഹാരം ഒറ്റ മനുഷ്യനേ ഉള്ളൂ, അതാണ് യേശു. പലർക്കും യേശുവിനെ കുറിച്ച് പറയാൻ കാര്യം, അവൻ 100 പേരുടെ കൂടെ ഒരാളായിട്ടാണ് യേശുവിനെ കാണുന്നത്, 100 പേരിൽ ഒരാളായിട്ട്. എന്നാൽ വചനം പറയുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ വാക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ.
രക്ഷ പ്രാപിക്കാൻ നാം ആകാശത്തിന്റെ മുകളിൽ ഭൂമിയിൽ, ആകാശത്തിന് കീഴെ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിൽ മാത്രമേ പാപത്തിന്റെ പരിഹാരങ്ങൾ ഉള്ളെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആ വചനത്തെ എടുത്തു കാട്ടിയിട്ട് ആത്മാവ് സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, അതേ പാപപരിഹാരത്തിനുള്ള ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. ഗ്ലോറി ഓഫ് ഗോഡ്. ഒത്തിരി മതങ്ങൾ ഈ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവരെ, ഒത്തിരി മതങ്ങളുണ്ട്. പക്ഷെ പാപപരിഹാരത്തിന് യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. മതങ്ങളുടെ പുറകെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പാപപരിഹാരം കാണാൻ കഴിയില്ല. മതങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് വിടുതൽ കാണാൻ പറ്റില്ല. മതത്തിന്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി കാണണമെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് വാ, യേശുവിന്റെ പാദപീഠത്തിലേക്ക് വാ, ആ കാൽവറിയുടെ ചുവട്ടിലേക്ക് നീ വാ. നിനക്ക് കാണാൻ പറ്റും നിന്റെ പാപത്തിന്റെ പരിഹാരം. അവിടെ നീ ജനിക്കുന്നതിന് മുമ്പേ ഒരുക്കി വെച്ചൊരു ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഞാൻ മടങ്ങി വരാം. യാഗമൃഗത്തെ പഴയ നിയമത്തിൽ വേർതിരിച്ചു വെച്ചിരുന്നു. സ്തോത്രം. അപ്പൊ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മോശ പറയുന്നു, ഈ ജനത്തെ വേർതിരിച്ചിരിക്കുകയാണ്. ഈ ജനത്തെ വേർതിരിച്ചിരിക്കുന്നു. യശയ്യാപ്രവചനത്തിൽ ഹല്ലേലൂയ ഒരു വാക്യമുണ്ട്. യശയ്യാപ്രവചനത്തിന്റെ വാക്യം കൂടി ഞാൻ വായിക്കാം. 52-ാം അധ്യായം. യശയ്യാപ്രവചനം 52-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായി യശയ്യാവ് എഴുതി ചേർത്തൊരു വാക്യം. ഞാൻ ഉദ്ദേശിച്ചത് യശയ്യാവ് അതേ പ്രമാണത്തിനകത്ത് ദൈവിക കൽപ്പനയായിട്ട് യശയ്യാവ് എഴുതുമ്പോൾ യശയ്യാവ് പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങളോട് കൈമാറാം. 52-ാം അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിട്ടുപോരുവീൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രയേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. നോക്കിക്കേ, പഴയ നിയമത്തിനകത്ത് മോശ കൊണ്ട് ഒതുങ്ങിയില്ല. മോശയ്ക്ക് ശേഷം പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ വിട്ടുപോരുക. ഹല്ലേലൂയ. വിട്ടുപോരുക. എവിടുന്നാ വിട്ടുപോരേണ്ടത്? ഞാനും നിങ്ങളും എവിടുന്നാ പ്രിയപ്പെട്ടവരെ വിട്ടുപോരേണ്ടത്? നമ്മൾ എവിടുന്നാ മടങ്ങി വരേണ്ടത്? യേശു കർത്താവ്, ഞാൻ ഈ സുവിശേഷങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്ന ഒരു വചനം, കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. പഴയ നിയമത്തിനകത്ത് പറയുക, നിങ്ങൾ വിട്ടുപോരുക. കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ, ദൈവസഭയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെന്ന പഴയ നിയമത്തിൽ പറഞ്ഞു. പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഉപകരണങ്ങൾ ഒന്നുമില്ലെങ്കിലും ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം, ദൈവത്തിന്റെ വചനം ഹൃദയത്തിനകത്ത് ചുമക്കപ്പെടുന്ന ഒരു ദൈവവൈതലാണോ നിങ്ങൾ? അങ്ങനെ ചുമക്കപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വിട്ടുപോന്നേ മതിയാകത്തുള്ളൂ. എവിടെയൊക്കെയാ നിങ്ങൾ പിടിക്കപ്പെട്ട് കിടക്കുന്നത്? ഇത്തിൽ കണ്ണികൾ പോലെ എവിടെയെങ്കിലും പിടിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ അവിടുന്ന് നിങ്ങൾ വന്നേ മതിയാകത്തുള്ളെന്ന ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറയുന്നത്. ആത്മീക ജീവിതത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ആഴമേറിയ അനുഭവത്തിലേക്ക് നമുക്ക് നടക്കാൻ കഴിയാതെ നമ്മൾ പലതിനും പിടിക്കപ്പെട്ടവരാൽ, പലതിനും പിടിച്ചു ബന്ധിക്കപ്പെട്ടവരാൽ നിൽക്കാൻ സാധ്യതയുണ്ട്. രക്ഷയുടെ അനുഭവത്തിന്റെ ആരംഭ പടിയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരുപക്ഷെ ആത്മീയമായി നാം പൂർണ്ണനല്ലായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുന്നേ? എന്തിനാ നമ്മൾ ഈ ലൈവിലൂടെ പ്രസംഗിക്കുന്നേ? ചിലർ ഒരുപക്ഷെ ഇതിനെ കളിയാക്കുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ഉള്ളിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്തിനാ നിങ്ങളോട് ഇത് കൈമാറുന്നത്? എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണ്, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതലായി തീർന്നാൽ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരു നന്മയായി തീർന്നാൽ സ്വർഗം സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറി വരുമ്പോൾ അവൻ പൂർണ്ണനായിട്ട് പറയാൻ പറ്റില്ല. രക്ഷയുടെ ത്രികാല അനുഭവങ്ങളുണ്ട്.
എന്റെ സബ്ജക്റ്റിനകത്ത് നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. വേർപാടെന്ന് പറയുന്ന വിഷയത്തിനകത്തേക്ക് ഇന്ന് രാത്രി നാം നിൽക്കുമ്പോൾ ഏതിൽ നിന്നാണ് നാം വേർപെട്ട് വരേണ്ടത്? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, നിങ്ങൾ വിട്ടുപോരുവീൻ. ഇന്ന് രാത്രി പറയട്ടെ പ്രിയവരെ, നമ്മളെ നിത്യതയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. നിത്യത എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിട്ട് സർവശക്തനായ ദൈവം അർഹതയില്ലാത്ത നമ്മെ ആ കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മീയ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? യേശു പറഞ്ഞു, നിങ്ങളെ അശുദ്ധമാക്കുന്നത്, പുതിയ നിയമത്തിൽ നിന്നാണ് യേശു പറഞ്ഞു. ഇന്ന് പലരും പറയുന്നത് യേശു എന്ന് പറയുന്നത് സ്നേഹസ്വരൂപനാണ്, കർത്താവ് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പലരുടെ ടീച്ചിങ് അങ്ങനെ, യേശു സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. യേശു എന്ന അപ്പൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന അപ്പനാ. എന്നാൽ വചനം പറയുന്നു, അതെ, കൃപ പെരുകേണ്ടെന്ന് നിങ്ങൾ പാപം ചെയ്യുക എന്ന് ഒരു നാൾ വരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു. ഇന്ന് രാത്രി നീ പാപത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, പാപത്തിന്റെ നടുവിൽ നടന്നു പോകുമ്പോൾ നിന്റെ മേലുള്ള കൃപ വർദ്ധിക്കും. പക്ഷെ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലത്. യേശു പറഞ്ഞു, നിന്നെ അശുദ്ധമാക്കുന്നത് നിന്റെ അകത്തു പോകുന്ന ഒന്നും അല്ല, പുറത്തുനിന്ന് അകത്തു പോകുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അവന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞ ദുർചിന്ത. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികൾ, ഇതൊക്കെ കട്ടിയായ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നിതൊന്നും കേൾക്കാൻ ആർക്കും സമയമില്ല. ഇന്നെല്ലാവർക്കും അതേ ദൂത് കേട്ട് ആത്മാവിൽ സ്തുതിച്ച് അന്യഭാഷ പറഞ്ഞങ്ങ് പോയാൽ മതി. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം മറക്കരുത്, നീ പ്രാപിക്കുന്ന അഭിഷേകം, നീ പ്രാപിക്കുന്ന ദൈവകൃപ, നീ പ്രാപിക്കുന്ന രോഗസൗഖ്യം, നീ പ്രാപിക്കുന്ന നിത്യജീവന്റെ അനുഭവങ്ങൾ, ഇത് ചോർന്നു പോകാതെ നിൽക്കേണ്ടതിന്, ഇത് ചോർന്നു പോകാതെ നിലനിൽക്കേണ്ടതിന് ഇതിനെ അകത്ത് നീ കാണേണ്ട ചിലതും കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു പറഞ്ഞു, നിന്റെ അകത്ത് ദുശ്ചിന്തയുണ്ടെങ്കിൽ, നിന്റെ അകത്ത് വ്യഭിചാരത്തിന് ചിന്തയുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ലോകത്തിന്റെ പാപത്തിന് ചിന്തയുണ്ടെങ്കിൽ, നിന്റെ അകത്ത് വിദ്വേഷമുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൂഷണമുണ്ടെങ്കിൽ, നിന്റെ അകത്ത് വിടക്കുകളുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ലോകത്തിന്റെ സകല പ്രവർത്തികളും ഉണ്ടെങ്കിൽ, നിന്റെ അകത്തിരിക്കുന്നത് യേശു അല്ല, നിന്റെ അകത്ത് പിശാചാണ് ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞു, നീ അശുദ്ധിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ രാത്രി വചനം പറയുന്നു, അവിടുന്ന് വിട്ടുപോരുക. പുതിയ നിയമത്തിൽ പത്രോസ് പറയുന്നൊരു പദം കൂടെ ചേർത്ത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, കറണ്ട് വരും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിന് വേണ്ടി പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഇത് പ്രത്യേക ഒരു കാലഘട്ടമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ദാനിയേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ദർശനം കാണുന്ന ഒരു കാലഘട്ടമാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്കറിയാവുന്നവർ പോലും വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഇത് കൃപായുഗമാണ്. പ്രൈസ് ഗോഡ്. എക്സ്പീരിയൻസ് ഉള്ള പലതും, അനുഭവ സമ്പന്നതയുള്ള പലരും മാറി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വരെ ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ നിലയിൽ വളർത്തിയെടുക്കുക. എത്രമാത്രം ആത്മീയതയ്ക്ക് വേണ്ടി മൂല്യത കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ എൻ്റെ കൂടെ ചേർന്ന്?
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. പുതിയ നിയമത്തിന്റെ കാര്യമാണ്. 2-ാം അധ്യായം 40-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവൻ പറയുന്നു, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞത്, അവരെ പ്രബോധിപ്പിച്ചത് ഈ വക്രതയുള്ള, നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജീവിതത്തിനകത്ത് അനുഭവിച്ചിട്ട് കയറി നിൽക്കുന്ന 12 ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് എന്ന് പറയുന്ന ദൈവദാസൻ ആത്മസാന്നിധ്യം അവന്റെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നപ്പോൾ, ദൈവസാന്നിധ്യം ഒരു വ്യക്തിയുടെ മേൽ നിഴലിട്ടപ്പോൾ 11 പേരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് കാറോ വീടോ വണ്ടിയോ കിട്ടുമെന്നല്ല. ശ്രദ്ധിച്ചു പഠിച്ചാൽ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. 11 പേരോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞാൻ ഒന്നും കൂടെ പറയാം, ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, കൂട്ടത്തിൽ ഒരു കൂട്ടത്തോടു കൂടെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുമിച്ച് ചെയ്താൽ പരാജയപ്പെടും. യേശു പറഞ്ഞു, നിങ്ങൾ 2 പേരായിട്ട് പോകുക. എന്തിനാ കർത്താവ് അത് ചെയ്തേ? ഇന്ന് രാത്രി ഞാൻ പറയാം, പലരും ഒറ്റയ്ക്ക് നടക്കുന്നവരുണ്ട്, ആരോട് കൂടാതെ, ആരോട് ചേരാതെ ഒറ്റയ്ക്ക് നടക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയാം, അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു തലമുറയെ ദൈവം പുറത്തെടുക്കുമ്പോൾ, ഒരു കൂട്ടത്തെ ദൈവം പുറത്തെടുക്കുമ്പോൾ, മാതാക്കളും പിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരാത്മീയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുമിച്ച് നിന്നുകൊണ്ടവരെ രാജ്യത്തെ പണിയുന്ന നെഹമ്യാവിനെ പോലെ, മതിന് പണിയുന്നവരെ പോലെ, അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി, ദൈവിക മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടമായി നിന്നുകൊണ്ട് പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കൈമാറട്ടെ, നിങ്ങളുടെ സഭയിൽ സുവിശേഷകന്മാർ പുറത്തു വരട്ടെ, നിങ്ങളുടെ സഭയിൽ പ്രവാചകന്മാർ പുറത്തു വരട്ടെ, നിങ്ങളുടെ സഭയിൽ കൃപാവര പ്രാപ്തർ പുറത്തു വരട്ടെ, നിങ്ങളുടെ സഭയിൽ അതേ പാസ്റ്റർമാർ പുറത്തു വരട്ടെ, നിങ്ങളുടെ സഭയിൽ അതേ സ്തോത്രം ദൈവത്താൽ പ്രയോജനപ്പെടുന്ന പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. 5 വിധ ശുശ്രൂഷകളുണ്ടല്ലോ, 5 വിധ ശുശ്രൂഷകരും നിങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന് പുറത്തു വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ, വാക്ക് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ദൈവം നിങ്ങളിലൂടെ പുറത്തു വരാൻ മതിയായെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? സഭകളിൽ ദൈവദാസന്മാർ ഒറ്റയ്ക്ക് മാത്രമല്ല ശുശ്രൂഷിക്കുന്നത്, വിശ്വാസികളും കൂടെ ചേർന്ന് കർത്താവിന്റെ ദാസന്റെ കൂടെ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട്, ദൈവം മക്കളുടെ കൂടെ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട്, ദൈവിക പ്രമാണത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന കാലമാണ്, അന്ത്യകാലമാ. ഒരു സൈഡിൽ പ്രതികൂലമായിരിക്കാം, ഒരു സൈഡിൽ വെല്ലുവിളിയായിരിക്കാം, ഒരു സൈഡിൽ റോമ സാമ്രാജ്യമായിരിക്കാം. എന്നാൽ അകത്ത് പ്രാപിച്ച അഭിഷേകം പ്രാപിച്ചവന് അവൻ അതിനെയല്ല നോക്കുന്നത്, അവൻ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കാനിടയാകും. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ ചുമ്മാതെ കയറി നിന്ന് പ്രസംഗിക്കുകയല്ല. ഞാൻ നിങ്ങളോട് പറയാം, ചുമ്മാതെ യൗവനത്തിന്റെ ആ തിളപ്പിനകത്ത് കയറി നിന്നൊരു പ്രസംഗം പ്രസംഗിക്കുകയല്ല. ചെറുപ്രായത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. വ്യക്തിപരമായി എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവിതത്തിന്റെ ഒരുപാട് സിറ്റുവേഷനിലൂടെ ദൈവം എന്നെ ഇറക്കി വിട്ടിട്ടാണ് ഈ രാത്രി ഞാനിത് കൈമാറുമ്പോൾ വിളിച്ചു പറയട്ടെ, ജീവിതത്തിനെതിരെ തകർക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ മുന്നിലും അവൻ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കാതെ ഇന്ന് രാത്രിയിലും നിന്ന് പ്രസംഗിക്കുന്നതിന് കാരണമെന്നറിയാമോ? അങ്ങനെയുള്ള സിറ്റുവേഷനും നിർത്തിയൊരു സാന്നിധ്യമുണ്ട്. അതിന്റെ രാത്രി നിങ്ങളുടെ മേൽ ചലിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാം, നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ ഉടയ്ക്കാൻ വരുന്ന, നിന്നെ ഇല്ലാതാക്കാൻ വരുന്ന ലോകത്തിന്റെ ശക്തിയുടെ മുന്നിൽ പരാജയപ്പെട്ട് തലതാഴ്ത്തി പോകുന്ന ഒരു അഭിഷേകമല്ല നിന്റെ മേലുള്ളത്. നിന്റെ മരണത്തെ പോലും നോക്കി നിന്നുകൊണ്ട് നിന്റെ പ്രാണനെ പോലും എടുക്കാൻ വേണ്ടി ലോകത്തിലെ ശക്തികൾ നിന്നാൽ, ഈ രാത്രി ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ മുന്നിൽ കൂടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ലൈവിൽ പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ്
എന്നെ ആ നിലയിൽ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് ഈ രാത്രി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എൻ്റെ പ്രാണന് വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഭാവിക്ക് എതിരെ ലോകത്തിലെ ഒത്തിരി മനുഷ്യർ എഴുന്നേറ്റപ്പോൾ ഈ രാത്രി അവരുടെ കയ്യിൽ കൊടുക്കാതെ എന്നെ കാത്തു സൂക്ഷിച്ച എൻ്റെ കൂട്ടു സഹോദരന്മാരും എൻ്റെ കൂടെ നടക്കുന്നവരും ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരിടത്തും പരാജയപ്പെടാൻ അനുവദിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ വിളിച്ച ദൈവം അത് നിവർത്തീകരിപ്പാൻ മതിയാണെന്ന് പറഞ്ഞാൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനൊരു ദൈവമുണ്ട്. അവന്റെ അഭിഷേകമാണ് ഇന്ന് രാത്രി നിന്റെ മേലിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. പൈശാചിക മണ്ഡലങ്ങളെ മാത്രമല്ല, ലോകത്തിലെ സകല അധർമ്മ മേഖലകളുടെ പാപം ചെയ്യുന്ന സകല മനുഷ്യരുടെ നടുവിൽ നിന്ന്, ദുഷ്ട മനുഷ്യരുടെ നടുവിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്ന കർത്താവായി ഉണ്ടെന്ന് പറഞ്ഞാൽ വചനം പറയുന്നു, 11 പേരോട് കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ആത്മനിറവിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ആത്മനിറവിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു, അതേ 40-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറഞ്ഞു, അതേ സ്തോത്രം, വക്രതയും അതേ സാക്ഷ്യം പറഞ്ഞത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോടുകൂടെ ചേർന്നു. പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് വിളിച്ചു പറയുക, ഈ വക്രതയുള്ളവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കപ്പെടണം. രക്തത്താ ജയമെടുക്കും. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കപ്പെടണം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. നിങ്ങൾക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണം. പാപത്തിനകത്തുനിന്ന് വേർതിരിച്ചു വരണം, പുറത്തു വരണം. ഇന്ന് രാത്രി നീ ഒരു ആത്മീയനാണോ? ഒരുപക്ഷെ കൃപാപരമുള്ളവരായിരിക്കാം. ഒരുപക്ഷെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ അറിയുക, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, യേശുവിന് കൂടെ ഈ ലോകത്തും നടക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് സകല അശുദ്ധികളും സകല പാപങ്ങളും സകല വക്രതകളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് യഥാർത്ഥ ഒരു ദൈവവൈതലായി നിങ്ങൾ മാറുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിരാശയോട് ഞാൻ പറയാം, പലപ്പോഴും ദൈവനാമം ദൂഷിക്കപ്പെടുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ മാതൃകയില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് ക്രിസ്തുവിന്റെ വചനത്തെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, യേശുവിന്റെ വചനത്തെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. എന്താ കാര്യമെന്നറിയാമോ? കാലം 2021 എത്തുമ്പോൾ എവിടെയാ പരാജയപ്പെട്ടെന്നറിയാമോ? നമ്മൾ മാതൃകയില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ വേർപെട്ടവരാണ്, നിങ്ങൾ മടങ്ങി വരിക. നിങ്ങൾ മടങ്ങി വന്ന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുക എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, അതെ, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ ഇന്ന് രാത്രി ഈ വിഷയം പറയുമ്പോൾ യേശു നമ്മെ വേർതിരിച്ചിരിക്കുന്നു. വേർപാടെന്ന വിഷയമാണ് ഇന്ന് രാത്രി എനിക്ക് നൽകപ്പെട്ട വിഷയം. വേർപാടെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ദൈവിക പ്രമാണത്തിന് വേണ്ടി, ദൈവിക കരുണയ്ക്ക് വേണ്ടി, ദൈവിക ഇഷ്ടത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം വേർതിരിക്കുന്നു, ഒരു വസ്തുവിനെ ദൈവം വേർതിരിക്കുന്നു. അതിന് ഹാഗിയോസ് എന്ന പദമാണ്, വിശുദ്ധീകരിക്കുക എന്ന പദമാണ്. ഈ രാത്രി വിശുദ്ധിയും വേർപാടും എന്ന പദം ഒരിക്കലും മാറ്റാൻ കഴിയില്ല. കാര്യം രണ്ടും ഒരുപോലെ കിടക്കുന്നതാണ്, ഒരുപോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറ, ദൈവത്തിനു വേണ്ടി ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളാണോ നിങ്ങൾ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണോ നിങ്ങൾ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിങ്ങളുടെ പട്ടണത്തിനകത്ത് മാനിക്കാൻ മതിയായതാണ്. ഹല്ലേലൂയ. അതേ വചനം പറയുന്നു, ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. സകല അനുഭവങ്ങളിൽ നിന്നും, ലോകത്തിലെ സകല മാലിന്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, അതേ സ്തോത്രം, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പറയുന്നതിന്റെ കാര്യമെന്നറിയാമോ? 1 യോഹന്നാന്റെ ലേഖനം അതേ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, ലോകവും അതിന്റെ മോഹവും
ഒഴിഞ്ഞുപോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ലോകം എല്ലാം അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. വിശ്വാസികളോട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യം, നിങ്ങളുടെ ജീവിതത്തിലെ സകല ബന്ധങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ. ഒരു രോഗം വന്നാൽ മതി, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഒരു രോഗമോ ഒരു പ്രയാസമോ വന്നാൽ മതി, നമ്മുടെ പണം നഷ്ടപ്പെടും. ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ മതി, നാം വെച്ചിരുന്ന ബന്ധങ്ങളെല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല. ലോകത്തിലെ ഒന്നും നമുക്ക് ശാശ്വതമല്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ശാശ്വതമാകുന്ന ഒരുത്തനുണ്ട്. അതാണ് നമ്മുടെ പ്രാണപ്രിയനായ യേശു. അവൻ പറഞ്ഞത് വാക്കുങ്ങനാണ്, ലോകം അതിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും, എന്നാൽ നീ ദൈവ ഇഷ്ടം ചെയ്താൽ നീ നിലനിൽക്കും. ഹല്ലേലൂയ. പലരും ദൈവ ഇഷ്ടത്തിന് വിരോധമായി ചെയ്യുന്ന പലരും അതെ ഈ ലോകത്ത് വീണു പോകുമ്പോൾ ഇന്ന് രാത്രി വീഴാതെ വണ്ണം നിന്നെ മഹിമാ സ്ഥലത്തെത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിനക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ആ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അത് സമയത്തിന്റെ പരിമിതി എന്റെ മുന്നിലുണ്ട്. ഞാൻ വാക്കുകളെ വിരാമം കുറിക്കട്ടെ. യേശു നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതെ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അതേ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ പ്രത്യാശയിൽ നിന്നും നിങ്ങളുടെ വിശുദ്ധിയിൽ നിന്നും നിങ്ങളുടെ വേർപാടിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. നവീനമായ ഉപദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാം. ക്രിസ്ത്യൻ ജീവിതം ഈസിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒത്തിരി ഉപദേശങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ ദൈവം ഒരിക്കലും നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ വചനം പറയുന്നു, അതെ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിത്യത വരെ എത്തിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിന്നെയും എന്നെയും വേർതിരിച്ച് ദൈവം മാറ്റിയിരിക്കുകയാണ്. അവന് പ്രത്യേക പർപ്പസ് നിന്നെ കുറിച്ചുണ്ട്. അവന് നിന്നെ കുറിച്ച് വ്യക്തമായ പ്ലാനുകളുണ്ട്. ആ പ്ലാനിലേക്ക് നീ വന്നു നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം നിന്നിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. പിന്മാറ്റക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത്. വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത്. ദൈവകൃപയെ മാറ്റി നിർത്തുന്ന കാലഘട്ടം ഇത്. എന്നാൽ ഇന്ന് രാത്രി പറയാൻ, കൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിന്നെ നിന്റെ കുടുംബത്തെ ആദരിക്കാൻ ഈ ദൈവം മതിയായ ദൈവമാണെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാനിടയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ വിരാമം കുറിച്ച് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. വചനം പറയുന്നു, അതെ, യഹോവ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു നിങ്ങൾ അറിയണം. ആ അറിവാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ആ അറിവ് നാം പ്രാപിച്ചവൻ ഒരിക്കലും പാപം ചെയ്യത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ പറയുന്ന, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്കൊരിക്കലും കർത്താവിന് വിരോധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മീക വചനങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നിനക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. ദൈവമായിട്ട് ഒരുമിച്ച് ഇന്ന് രാത്രി നടക്കാൻ തയ്യാറാണോ നിങ്ങൾ? ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെയാ ദൈവം നിങ്ങളെ വിളിച്ചത്. മോശയെ പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ജനം അത് ദൈവത്തിന്റെ കൃപയിൽ നടക്കുന്ന ജനമാണെന്ന് പറയാൻ പറ്റുമോ? യെശയ്യാവിനെ പോലെ പറയുമ്പോൾ, ഞാനിതാ മടങ്ങി വരികയാണ് കർത്താവേ. എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നു അവിടുന്ന് ഞാൻ വിട്ടുപോരുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി നിൽക്കുക. വിശുദ്ധീകരണം എന്ന പദത്തിന് ഒരാശയം കൂടെ ഉണ്ട്. ആ ആശയം കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ സബ്ജക്റ്റിന് കൺക്ലൂഷൻ ചെയ്യാൻ ആഗ്രഹിക്കുക. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, വേർപാടെന്ന് പറഞ്ഞാൽ, അതെ, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുക, വേർതിരിക്കപ്പെടുക. എന്നാൽ വേർപാടിന് മറ്റൊരർത്ഥമുണ്ട്, അത് അഭിഷേകം ചെയ്യുക എന്നാണ് അർത്ഥം. പഴയ നിയമം പഠിച്ചാൽ നമുക്കറിയാം, അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തി. ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നതായി കാണാം, ഒരു രാജാവായിട്ട് ഒരാൾ അഭിഷേകം ചെയ്യുന്നതായി കാണാം, ഒരു പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്നതായി കാണാം. ഇതൊന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ മേലൊരു അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ അത് വേർപാടിന്റെ അഭിഷേകമായിരിക്കട്ടെ, അത് വിശുദ്ധിയുടെ അഭിഷേകമായിരിക്കട്ടെ, അത് ദൈവകൃപയുടെ അതാ യഥാർത്ഥ അനുഭവം ആയിക്കൊള്ളട്ടെ. പൗലോസ് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മേലുള്ള അഭിഷേകം വേർപാടിന്റെ അഭിഷേകമാണ്. നിന്റെ മേലുള്ള അഭിഷേകം വിശുദ്ധിയുടെ അഭിഷേകമാണ്.
യേശു കർത്താവിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞ് നിർത്തുക. ഇന്ന് രാത്രി പറയാം, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ മനുഷ്യരെക്കാൾ വ്യത്യസ്തനാണ്. എന്താ കാര്യം എന്നറിയാമോ? ലോകത്തൊത്തിരി മനുഷ്യ ദൈവങ്ങളുണ്ട്. അതും കൂടെ ഇന്ന് രാത്രി പറയാം. ലോകത്തൊത്തിരി മനുഷ്യ ദൈവങ്ങളുണ്ട്. അതെ, ഒരമ്മയിൽ നിന്ന് ജനിച്ച, ഒരപ്പനിൽ നിന്ന് ജനിച്ച സാധാരണക്കായ ജഡരക്തങ്ങളുള്ള അതേ സ്വന്തം മനുഷ്യർ പിന്നീട് ദൈവങ്ങളാകുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന യേശുവിന്റെ പ്രത്യേകത, മറിയോട് യേശു പറഞ്ഞു, മറിയോട് ദൈവത്തിന് ദൂതൻ പറഞ്ഞു, നിന്നിൽ പരിശുദ്ധാത്മാവ് വരും, നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു ദൈവം തന്നെയാണ്. യേശു ദൈവം തന്നെയാണ്. 1. 2, യേശുവിന്റെ പ്രത്യേകത ഞാൻ വിളിച്ചു പറയാം. യേശുവിന്റെ പ്രത്യേകത, യേശുവിനെ നോക്കിയിട്ട് അവൻ ലോകം പറഞ്ഞു, അവൻ വിശുദ്ധൻ തന്നെ, അവൻ പരിശുദ്ധൻ തന്നെ. ഇന്ന് രാത്രി ഞാൻ പറയാം, ലോകത്താരും പരിശുദ്ധനായിട്ടില്ല. ലോകത്തിലെ സകല മനുഷ്യരും ആദാമ്യ ഭാവത്തിനകത്ത് വീഴ്ത്തപ്പെട്ട് കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന യേശു ഈ ലോകത്തിന് ഏതെങ്കിലും ഒരു മനുഷ്യ ദൈവമല്ല, ഏതെങ്കിലും ഒരു ആൾ ദൈവമല്ല. ഇന്ന് രാത്രി ഏതോ ഒരു ഗുരുവിനെ പോലെയുള്ള ഒരാളല്ല എന്റെ യേശു. എന്റെ യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, അവൻ വചനമായിരുന്നു, അവൻ ജഡം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ആ ഒറ്റ വചനം മതി ഇന്ന് രാത്രി സ്തുതിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയുമ്പോൾ നാം സേവിക്കുന്ന ദൈവം ലോകത്തിലെ സകലതിനേക്കാൾ വ്യത്യസ്തനാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശു വ്യത്യസ്തനാണെങ്കിൽ നിങ്ങളും വ്യത്യസ്തരാണ്. യേശുവിന് മറ്റുള്ള ഏതിനേക്കാൾ ശ്രേഷ്ഠനാണെങ്കിൽ നിങ്ങളും ആ പുത്രന്റെ മക്കളാ, നീ ആ അപ്പന്റെ മക്കളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് വചനം പറഞ്ഞ രാജകീയമായ ഒരു അഭിഷേകം നമുക്ക് തന്നു, രാജകീയ പുരോഹിത വർഗമാക്കി നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ കണ്ടതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു സമയം ഒരുക്കി തന്നു. അതെ, ഈ പ്രിയപ്പെട്ടവരോടുള്ള അതേ സ്തോത്രം. റോസിൽ സുരേഷിനെ, ആ കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അവരെ, അവരുടെ മിനിസ്ട്രിയെ, ഈ ഗ്രൂപ്പിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അവൻ വളരെ ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ വ്യത്യസ്തരാണ് കേട്ടോ, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വ്യത്യസ്തരാണ് കേട്ടോ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ വ്യത്യസ്തരാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ യേശുവിനെ അറിയാത്തവരായിരിക്കാം, ഒരുപക്ഷെ പാരമ്പര്യത്തിന്റെ പഴക്കത്തിലും തഴക്കത്തിലും അവർ നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി മറക്കരുത്, നിങ്ങൾ അവരെ പോലെ അല്ല, നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമുള്ളതാണ്. അതിലേക്ക് കയറി നിൽക്കുക, നിത്യജീവന് വേണ്ടി ഓടുക. ലോകം അധികമില്ല പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ ഇനി അധികമില്ല. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് നിൽക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വചനം പറയുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു അറിവിൻ. അവൻ ഇന്ന് രാത്രി യഹോവ ഭക്തനെ മാത്രമല്ല ദൈവം വേർതിരിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വേർതിരിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന സകല വ്യക്തികളെ വേർതിരിച്ച് ദൈവാത്മാവ് തന്റെ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടട്ടെ. ദൈവത്തിന്റെ രാജ്യം നമുക്ക് കാണുവാൻ അവന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാണ്. നല്ല കർത്താവെ, ഇന്ന് രാത്രി അങ്ങയുടെ ഹൃദയത്തിലെ ആഗ്രഹം ഞങ്ങളെ അറിയിച്ചല്ലോ. വചനം പറയുന്നു, കർത്താവെ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ ഒരാട് വേർതിരിക്കപ്പെട്ടു, പഴയ നിയമത്തിൽ തന്നെ ജനം വേർതിരിക്കപ്പെട്ടു, പഴയ നിയമത്തിൽ തൻ്റെ ആലയം വേർതിരിക്കപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ വേർപെട്ടവരായി, മാതൃകയുള്ളവരായി, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരായി, ദൈവവചനത്തെ ചുമക്കുന്നവരായി തീരാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തിന്മേൽ ആ ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ദൈവപ്രവൃത്തി ചലിക്കട്ടെ. ദൈവിക വിശുദ്ധിയുടെ ആ ശക്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ആ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ, കടബാധിതകൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ, ശാരീരിക പ്രയാസങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ദൈവിക മഹത്വം ഇന്ന് രാത്രി അവരുടെ മേൽ ചലിക്കട്ടെ. കർത്താവ് യേശുവിൻ വചനം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിത്യത എന്ന് പറയുന്ന വലിയ സൗഭാഗ്യം, സ്വർഗമെന്ന് പറയുന്ന വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം.
പുത്രത്വം എന്ന പദവിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നു. ദൈവമേ, മറ്റുള്ളവരെക്കാൾ ഞങ്ങളെ വേർതിരിച്ച് പുത്രത്വം എന്ന പദവി ഞങ്ങൾക്ക് തന്ന് ഇന്നും നിർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണേ, ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാ ബഹുമാന ദൈവമക്കൾക്കും നന്ദി. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.